ഇന്ന് നമുക്ക് കിട്ടിയേക്കുന്ന സൂതമീനാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് കറി വെച്ചെടുക്കാം. കറി വെക്കാൻ കഷ്ണം മുറിച്ചിട്ടാണ് കിട്ടിയത്. ഇത് മുറിക്കാൻ ഇച്ചിരി പാടുള്ള മീനാണ്. എന്നാലും കുറച്ച് വേസ്റ്റൊക്കെ ഇന്ന് പോക്കാനുണ്ട്. അപ്പം ഇതൊന്ന് കറി വെക്കാം. ഇന്ന് ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു, ടൗണിലൊക്കെ ഒന്ന് പോയി വരുമ്പോൾ നേരം വൈകി. ഇപ്പം സമയം 1:47 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഡോക്ടറെ കാണിക്കാൻ പോയതായിരുന്നു. വന്നപ്പോഴേക്കും ഒത്തിരി നേരം വൈകി. ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് പോയ മീൻ. അതിനെക്കൊണ്ട് തണുപ്പൊക്കെ വിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വൃത്തിയായിട്ട് കഴുകിയിട്ട് ഇതിനുള്ളത്തെ വേസ്റ്റൊക്കെ പോക്കിയിട്ട് കഴുകിയെടുക്കാം. എന്നിട്ട് കറി വെക്കാം. അപ്പോൾ അതേ മീനൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കറി അലക്കുമ്പോൾ തന്നെ നമ്മൾ മീനിട്ട് വേവിക്കുന്നത് നല്ല വേവുള്ള മീനാണ്. പിന്നെ എത്ര കഴുകിയാലും ഒരു ചോര പോകാത്തൊരു മീൻ പോലെയാണ്. തോനെ വെള്ളത്തിൽ ഞാൻ കഴുകിയിട്ടുണ്ട്, എന്നാലും ഒരു ചോര ഒലിച്ചുകൊണ്ടുള്ള ഒരു മീനാണ്. നല്ല പൊടിയുള്ള മീനാണ്, നല്ല ടേസ്റ്റാണ്. ഇത് പൊരിച്ചാലും നല്ല രസമാണ്. പക്ഷെ ഇത് കറി വെക്കണം, കുറച്ച് ഞങ്ങൾക്ക് തറവാട്ടിലും കൊടുക്കണം. അപ്പോൾ മൊത്തം തികയൂല കറി വെക്കാനും പൊരിക്കാനും. അപ്പോൾ നമുക്ക് കറി മാത്രം വെക്കാം. അപ്പോൾ നമുക്കിതിലേക്കുള്ള കൂട്ടുകളൊക്കെ തയ്യാറാക്കാം. അപ്പോൾ അത് പച്ചമുളക്, ഇഞ്ചി, തക്കാളി ഇതെല്ലാം ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. തക്കാളി അരിഞ്ഞിട്ടതാണ്, ഇഞ്ചി ഞാൻ അരിഞ്ഞിടാറില്ല. അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല ഫ്ലേവർ കിട്ടണമെങ്കിൽ ഞാൻ നല്ല മിക്സിയിലിട്ട് അടിച്ച് തക്കാളി ഞാൻ ചീന്തിയിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളി ചേർക്കണം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഇതിൽ വേണം വെളുത്തുള്ളി നമുക്കൊന്ന് അരിഞ്ഞ് ചേർക്കാം. പക്ഷേ ഇവിടെ വെളുത്തുള്ളിൻ്റെ ചുവ അധികം ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ ഇനി പൊടികൾ ഇടാൻ പോകുന്നത്. കുടംപുളിയാണ് ഇടുന്നത്. ഇവിടെ മുളകൊക്കെ അത്യാവശ്യം വേണം. അപ്പം ഞാൻ മുളക് പൊടി അത്യാവശ്യം ഇടുന്നുണ്ട്. മുളക് പൊടി പിന്നെ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഇഞ്ചി അരച്ച മിക്സിയിൽ ഇത്തിരി വെള്ളമാക്കി വെച്ചതാണ്. അടുപ്പത്താണ് വെക്കുന്നത്, വിറകടുപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ നന്നായി വെന്തൊന്ന് കുറുകി വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വെള്ളം ഞാൻ ഇത്തിരി വെക്കുന്നുണ്ട് അത് വെന്ത് കിട്ടാൻ. അപ്പോൾ ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് മീൻ അതിലേക്ക് ഇടാം. എന്നിട്ട് നല്ലോണം തിളപ്പിക്കുക. നല്ല വേവുള്ള മീനാണ്. അപ്പോൾ നമുക്ക് അടുപ്പിലേക്ക് മാറ്റാം. അതിലെ പോയതുകൊണ്ട് പാത്രങ്ങളൊന്നും കഴുകിയില്ല. അപ്പം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കൈയോടെ കഴുകി വെക്കട്ടെ. അപ്പോൾ അതാ കറി ഒന്ന് പറിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. 2-3 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ്. ഇപ്പോൾ ഒന്നൊരു വെയിലാച്ചപ്പോൾ ഇവിടെ തുണി ഉണക്കാനൊന്നും പറ്റിയില്ല. ടൗണിലൊക്കെ പോയി നേരം വൈകി. നല്ല മഴ 2-3 ദിവസം പെയ്ത് കഴിഞ്ഞ് പിന്നെ വെയിൽ കാണുമ്പോൾ ഒരു കൊതിയാണ്. തിരുമ്പിയൊക്കെ ഉണങ്ങി കിട്ടുമ്പോൾ. പക്ഷേ ഇവിടെ ഇല്ലായിരുന്നു, തിരുമ്പി ഉണക്കിയതില്ല. അപ്പോൾ അത് നന്നായി വെന്ത് കുറുകി വരട്ടെ. നല്ല വേവുള്ള മീന കുറേ നേരം കിടന്ന് വരട്ടെ. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. കുറേ നേരം നിന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. പുളിയും മുളകൊക്കെ പിടിച്ച് കറിയൊക്കെ നല്ല കുറുകി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഇറക്കി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇത് വറവിടണമെങ്കിൽ വറവിടാം, വറവിടണമെങ്കിൽ ചെറിയുള്ളി ഇട്ട് വറവിടുന്നതാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണ് സൂതക്കറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.